ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ ഹോസ്പിറ്റൽ വ്ളോഗാണ്. എൻ്റെ ഓവറിയിലൊരു ചെറിയ സിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ ഡോക്ടർ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ തൊടുപുഴയിലെ അർച്ചന ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പ്രൊസീജിയറാണ്, അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സർജറി പറഞ്ഞത് ഫെബ്രുവരി 6-ാം തീയതിയാണ്. അപ്പോൾ 5-ാം തീയതി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അഡ്മിറ്റ് ആവാൻ ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് റൂമൊക്കെ എടുത്ത് റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡും ഉള്ളതുകൊണ്ട് 2 ബെഡുള്ള റൂമാണ് എടുത്തിരുന്നത്. പിന്നെ ആദ്യം തന്നെ ഞാൻ ടോയ്ലറ്റൊക്കെ വൃത്തിയുണ്ടോ എന്നായിരുന്നു നോക്കിയത്. ഇത് അത്യാവശ്യം ഒരു പഴയൊരു ഹോസ്പിറ്റലാണ്, നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. കാരണം സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള ഈ ഹോസ്പിറ്റലിൽ. അപ്പോൾ ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ വിൻഡോയിൽ കൂടെ ഉള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റൂമൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും അത് പ്രത്യേകം പറയണം, ഇവർ നല്ല അടിപൊളി കെയറിങ് ഒക്കെയാണ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. അപ്പോൾ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് നേരത്തെ ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ബാങ്കിലൊക്കെ പോയി ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് അഡ്മിറ്റ് ആയത്. പിന്നെ രാത്രി കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ടെസ്റ്റ് ഡോസ് വന്നു. അതിന് നല്ല വേദനയായിരുന്നു. പിന്നെ ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സർജറിക്ക് കയറ്റി. സർജറി തുടങ്ങിയത് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ്. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നു. സർജറിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് കിടക്കുമ്പോഴും അതുപോലെ എണീക്കാനൊക്കെ നല്ല വേദനയായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നഴ്സ് പറഞ്ഞു ഒരു 4 മണിയായപ്പോൾ ചായയും ബണ്ണും മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കഞ്ഞിയാണ് മേടിച്ചത്. അപ്പോൾ ഈ കഞ്ഞിയൊക്കെ ചേട്ടൻ എനിക്ക് കഴിക്കാൻ തരുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മുതൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു. എന്നാലും നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡുകളാണ് കഴിച്ചത്. ഇരിക്കുമ്പോഴൊന്നും പെയിനില്ലായിരുന്നു, പക്ഷേ കിടക്കാൻ നേരത്തും അതുപോലെ എണീക്കാൻ നേരത്തൊക്കെ നല്ല പെയിനായിരുന്നു. നമുക്ക് കീ ഹോൾ സർജറിയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വായിലൂടെ ട്യൂബ് ഇട്ടേക്കണോണ്ട് തൊണ്ടയിലൊക്കെ നല്ല പെയിനായിരുന്നു. നമുക്ക് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പെയിൻ മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയായിരുന്നു ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത ആളുകളുടെ. അതിലൊക്കെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് അടുത്ത ദിവസം ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്, അത് മാറ്റിയതിന് ശേഷം ഓയിൽമെൻറ്റ് തേച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പല ഹോസ്പിറ്റലിലും പല രീതിയായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. ഇവിടെ എന്തായാലും സ്റ്റിച്ച് ഇല്ല, അത് തന്നെ ഭാഗ്യം. പിന്നെ ഞങ്ങൾ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു. പിന്നെ രാത്രി ആയപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റാത്ത പോലെ ഭയങ്കര പെയിൻ ഒരു സൈഡിലായിട്ട് വന്നു. കഴിഞ്ഞ് പിന്നെ നഴ്സിനെ വിളിച്ച് ഒരു ഇഞ്ചക്ഷനൊക്കെ തന്ന് പിന്നെയാണ് കിടന്ന് ഉറങ്ങിയത് തന്നെ. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി. എന്നിട്ട് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും മുട്ടക്കറിയാണ് വാങ്ങിയത്. അപ്പോൾ അത് ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് വിചാരിച്ച് തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ നമ്മളോട് പറഞ്ഞത് ഇന്ന് രാവിലെ ഡിസ്ചാർജ് ഉണ്ടാവും എന്നാണ്. അതായത് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ആയല്ലോ, അപ്പോൾ അന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ രാവിലെ ഡോക്ടർ വന്ന് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഡോക്ടർ ഡിസ്ചാർജ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോയി ബില്ലെല്ലാം അടച്ച് ഡിസ്ചാർജ് സമ്മറിയൊക്കെ ആയിട്ട് പോകാനായിട്ട് ഇറങ്ങിയ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പനിയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് നഴ്സിനെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ 100 ഡിഗ്രി അടുത്ത് പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോകണ്ട എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് പനി മാറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഒന്നോടെ മാറി. ഡ്രസ്സ് മാറിയെന്ന് വെച്ചാൽ കഴിഞ്ഞ സർജറിയുടെ അന്ന് ഇട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേഞ്ച് ചെയ്തു. കുളിക്കാനൊന്നും പറ്റില്ലായിരുന്നു. നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോഴേക്കും ചേട്ടൻ കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ മുറ്റത്തെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ പനി കുറവുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ചേട്ടൻ ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിനായിട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് പനി വരുവാണെങ്കിൽ ഡോക്ടറെ വന്ന് കാണണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ഇനി എന്നെപ്പോലെ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാനിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.